ഗുരുവായൂരിലെ വലിയ തോട് മാലിന്യവാഹിനിയായി മാറിയിട്ടും നടപടിയെടുക്കാത്ത നഗരസഭയുടെ നിലപാട് നാട്ടുകാരുടെ ജീവൻ അപകടത്തിലാക്കുകയാണെന്ന് ആക്ഷേപം. വലിയ തോടിന് സമീപം താമസിക്കുന്ന വീട്ടമ്മ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചതോടെ നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് നാട്ടുകാർ. കടുത്ത വേനലിലും വലിയ തോട്ടിൽ ഒഴുക്കിന് കുറവില്ല. കറുത്ത നിറത്തിലുള്ള മലിനജലമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അസഹ്യമായ ദുർഗന്ധവുമുണ്ട്. കൊതുക് ശല്യവും അതിരൂക്ഷമാണ്. തോടിന് സമീപത്തെ കിണറുകൾ ഉപയോഗശൂന്യമായതായി പരിസരവാസികൾ പറയുന്നു. വീട്ടിന്റെ മുറ്റത്തും ഇരിക്കാൻ വയ്യ, അകത്തും ഇരിക്കാൻ വയ്യ. കൊതുകടിയാണെങ്കിൽ അങ്ങനെ എന്തൊരു മണാന്നറിയോ. ഈ കക്കൂസയുടെ വെള്ളമൊക്കെ അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ വീട്ടിലിരിക്കണവർക്ക് എന്താവും സ്ഥിതി? ഇരിക്കാൻ പറ്റാത്ത ഗതിയാണ്. തോട്ടിലാണെങ്കിൽ അങ്ങനെ അത് ഈ കിണറാണെങ്കിൽ ഞങ്ങളുടെ കിണർ അത് കാരണം മൂടി ഞങ്ങള് ഈ വെള്ളം തോട്ടിലത്തെ വെള്ളം കാരണം കൊണ്ട്. എന്നിട്ട് ഇപ്പൊ അടുത്ത കിണർ കുഴിച്ചത് അത് ഇനിയിപ്പോ ഫ്രണ്ട് കൂടെ കാന വന്ന ആ കിണർ മൂടേണ്ടി വരില്ലേ. സമീപത്തെ സ്ഥാപനത്തിൽ നിന്നും വലിയ തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കുന്നുണ്ട്. സമീപത്തെ ബഹുനില കെട്ടിട സമുച്ചയങ്ങളിൽ നിന്ന് ശുചിമുറി മാലിന്യവും കാനയിലേക്ക് ഒഴുക്കുന്നുണ്ട്. പരസ്യമായി പൈപ്പുകളിലൂടെയാണ് മാലിന്യം വലിയ തോട്ടിലേക്ക് ഒഴുക്കുന്നത്. ഇതിനെതിരെ നാട്ടുകാർ രേഖാമൂലം പരാതി നൽകിയിട്ടും ഇവർക്കെതിരെ ചെറുവിരൽ അനക്കാൻ പോലും നഗരസഭ തയ്യാറായിട്ടില്ല എന്നതാണ് നാട്ടുകാരുടെ ആരോപണം. മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത ഒരവസ്ഥ സ്മെല്ല് കാരണം. രാത്രി ആയി കഴിഞ്ഞാൽ എവിടെന്നാന്നറിയില്ല, ടോയ്ലറ്റിലെ വെള്ളമാണോ എന്ത് വെള്ളം അറിയില്ല, ഇങ്ങനെ മഞ്ഞ കലർന്ന വെള്ളം അങ്ങനെ പോവും. പകലും ഒഴുക്കി തുടങ്ങി. ഇത് എവിടുന്നാന്നുള്ളത് അറിയാം. ഞങ്ങള് വയസ്സായ ആൾക്കാരും കുട്ടികളും ഒക്കെ ആയിട്ട് താമസിക്കുന്നതാണ് ഇവിടെ. ഇത് കുറെ പ്രാവശ്യം ഇത് അധികാരികളുടെ മുന്നിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇതിനൊരു സംവിധാനം ഇന്ന് വരയ്ക്കും ഉണ്ടായിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വന്ന് വേസ്റ്റ് കോരി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്ന് നീക്കും. പിന്നെ ആ കുറച്ച് ദിവസം ഒരു കുഴപ്പമാണ്, പിന്നെ വീണ്ടും അതേപടി തന്നെ. അപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇതിനൊരു നിവൃത്തി ഉണ്ടാക്കി തരണം. ഞങ്ങൾക്ക് ഇനിയിപ്പോ ഈ വീട് വിറ്റിട്ട് വേറെ ഒരു താമസിക്കാനോ അല്ലെങ്കിൽ വേറെ ദിക്കിലേക്ക് പോകാനൊന്നും വകുപ്പില്ലാത്ത ആൾക്കാർ. ഞങ്ങളൊക്കെ ഇവിടെ ഗുരുവായൂർ ജോലി ചെയ്തൊക്കെ ജീവിക്കുന്ന ആൾക്കാരാ. അതുകൊണ്ട് ഇവിടുന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കി തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളൂ. തോടിന് സമീപത്തെ ഫ്ളാറ്റിലെ വീട്ടമ്മയാണ് കഴിഞ്ഞ ദിവസം ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത്. ഇതോടെ നാട്ടുകാർ രോഷാകുലരായിരിക്കുകയാണ്. വലിയ തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കുന്നവർക്കെതിരെ കർശനമായ നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വലിയ തോടിന് സമീപത്ത് പുതുതായി കാന നിർമ്മിക്കാൻ നീക്കം നടക്കുന്നുണ്ട്. ഇവിടുത്തെ മാലിന്യ പ്രശ്നം പരിഹരിക്കാതെ കാന നിർമ്മിക്കാൻ സമ്മതിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. അതെ, ഞങ്ങൾക്ക് ഇപ്പൊ ഈ തോട്ടിൽ കൂടെ വരുന്ന വെള്ളം എവിടുന്നാന്നുള്ളത് കണ്ടെത്തിയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യലാണ് ഏറ്റവും വലിയ അത്യാവശ്യം. ശരിയല്ലേ? അതാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പൊ അത് എന്തായാലും കുറെ വർഷങ്ങൾ അപ്പൊ ചോദിക്കും, എന്തിനാ തോടിന്റെ ഭാഗത്ത് വന്ന് സ്ഥലം മേടിച്ച് വീട് വെച്ചെന്ന്. വീട് വെക്കാന്ന് വെച്ചാൽ നമുക്ക് പണ്ട് നിന്ന് ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഈ കുറച്ച് കാലയളവിലാണ് എല്ലായിടത്തെ വെള്ളവും, പ്രത്യേകിച്ച് വരുന്ന വെള്ളം ഫ്ലാറ്റുകളിലെ വെള്ളം. ഒരു വീടിന്റെ വെള്ളത്തിനൊന്നും ഇത്ര വലിയ മലിനീകരണം ഉണ്ടാവില്ല. രാത്രി 12-11 മണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നു നോക്കിയാൽ അറിയാൻ പറ്റും ഭാരതപ്പുഴ പോലെ പോണത്. അതായത് കറുത്ത വെള്ളം ഇവിടുന്ന വരണത്. ശുചിത്വ മികവിന് അവാർഡുകൾ വാരിക്കൂട്ടുന്നതിന് പകരം ഇത്തരം പ്രശ്നങ്ങളിൽ പരിഹാരമാണ് ആവശ്യമെന്ന് നാട്ടുകാർ പറയുന്നു. മാലിന്യ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് രംഗത്തിറങ്ങുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി.